കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. കൊല്ലം DCC ഓഫീസിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെ മുരളി അനുകൂലികൾ കയ്യേറ്റം ചെയ്തു. ഉണ്ണിത്താന്റെ വാഹനം അടിച്ചു തകർത്തു. തന്നെ വേട്ടയാടിയത് കോൺഗ്രസിലെ ആരാച്ചാർമാരാണെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു. ശ്യാമാർ ബാബു ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്ത് നിന്ന്. ശ്യാം, വലിയ സംഘർഷമാണോ DCC ഓഫീസിലുണ്ടായത്? ഇപ്പോൾ സ്ഥലം ശാന്തമാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സായികുമാർ, വലിയ സംഘർഷം കൊല്ലം DCCയിൽ അരങ്ങേറി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് 2004 ശരത്ചന്ദ്ര പ്രസാദിനെയും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെയും കയ്യേറ്റം ചെയ്ത സമാനമായ അവസ്ഥ തന്നെയായിരുന്നു ഇന്ന് കൊല്ലത്ത് DCC ഓഫീസിലുണ്ടായത്. ഏതാണ്ട് 11:30 മണിയോടുകൂടി കൊല്ലം DCCയിലേക്ക് കോൺഗ്രസ് ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വിഫ്റ്റ് ഡിസയർ കാറിലായിരുന്നു അദ്ദേഹം വന്നത്. തുടർന്ന് വാഹനം DCCക്കുള്ളിലേക്ക് കടന്നതോടുകൂടി പ്രവർത്തകർ പ്രകോപിതരായി. ഇവർ മുരളീധരന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനം തടഞ്ഞു, മുൻവശത്തേക്ക് അടിച്ചു തകർത്തു. ഉണ്ണിത്താന് നേരെ ചീമുട്ട എറിയുകയുണ്ടായി. തുടർന്ന് വാഹനത്തിനുള്ളിലേക്ക് കൈയിട്ട് ഉണ്ണിത്താനെ ആക്രമിക്കുന്നതിനുള്ള നീക്കമുണ്ടായി. തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറോട് വാഹനം DCCക്ക് ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് പോകുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അത് വാഹനം ഉള്ളിലേക്ക് കടക്കുന്നതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകന്റെ കാലിലേക്ക് ഈ വാഹനം പാഞ്ഞു കയറി. വലിയ ആക്രമ സംഭവം തന്നെയായിരുന്നു കൊല്ലത്ത് അരങ്ങേറിയത്. DCCക്ക് ഉള്ളിലിരുന്ന നേതാക്കൾ പുറത്തു വരികയും തുടർന്ന് പ്രവർത്തകരെ അനുനയിപ്പിച്ച് അവരെ DCCയിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തതുവരെയും ഈ സംഘർഷം നീണ്ടുനിന്നു. ഏതാണ്ട് അരമണിക്കൂറോളം നേരം DCC യുദ്ധഭൂമിയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. തെരുവ് യുദ്ധം തന്നെ കൊല്ലം DCCക്കുള്ളിൽ അരങ്ങേറുകയുണ്ടായി. പുതുതായി ഒരു DCC പ്രസിഡന്റ് ചാർജ് എടുത്ത് ഏതാണ്ട് 1 മാസത്തിനുള്ളിലാണ് കൊല്ലം DCCയിൽ ഇത്തരത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെ ചേരിപ്പോരുണ്ടായത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ DCCക്കുള്ളിൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വലിയ ആരോപണങ്ങളാണ് ഈ ഒരു പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. K മുരളീധരൻ തന്നെ വധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുവാൻ തനിക്കും അറിയാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം വന്നതിൽ 8 പേർ, അതായത് തന്നെ ഈ DCC ഓഫീസിൽ അക്രമ സംഭവത്തിന് എത്തിയതിൽ 8 പേർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. മറ്റുള്ളവരെല്ലാം തന്നെ ഗുണ്ടകളാണ് എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ഇവരെല്ലാം തന്നെ മുരളീധരൻ പണം കൊടുത്ത് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല, വേദിയിലിരുന്ന A ഗ്രൂപ്പ് നേതാക്കളെ ചിലരെ, അതായത് കൊല്ലം DCCയുടെ മുൻ പ്രസിഡന്റ് V സത്യശീലൻ അടക്കമുള്ള നേതാക്കളെ പരോക്ഷമായി ഉന്നയിച്ചുകൊണ്ട് ചില ആരോപണങ്ങളും അദ്ദേഹം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിന്ദുകൃഷ്ണയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇനി കോൺഗ്രസിന് കൊല്ലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അത് മുൻ DCC പ്രസിഡന്റ്, വേദിയിലിരുന്ന മുൻ DCC പ്രസിഡന്റ് ഇക്കാര്യം ആലോചിക്കണം എന്ന് V സത്യശീലനെ മുന്നം വെച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. കൊല്ലം DCC ഓഫീസിൽ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെ മുരളി അനുകൂലികൾ കയ്യേറ്റം ചെയ്തു. കോൺഗ്രസിലെ ആരാച്ചാർമാരാണ് തന്നെ കയ്യേറ്റം ചെയ്തത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് കൊല്ലത്ത് നിന്ന് ശ്യാമാർ ബാബു നൽകിയത്.